ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ന്യൂസ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20th ഏപ്രിൽ 2022 ന്യൂസ് പേപ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനും IMFന്റെ ചീഫ് ആയിട്ടുള്ള ക്രിസ്റ്റാലിന ജോർജിയവയും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഷിംഗ്ടൺ DC-യിൽ IMFന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണ് അവർ മീറ്റ് ചെയ്തത്. അപ്പോൾ ആ മീറ്റിന്റെ കുറച്ച് ഔട്ട്കം ആണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുണൈറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് വർഷാവർഷം അവരുടെ ഒരു മീറ്റ് സംഘടിപ്പിക്കാറുണ്ട്. അതറിയപ്പെടുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ്. 26ാമത്തെ മീറ്റ് നടന്നത് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിലാണ് നടന്നത്. 26ാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആയതുകൊണ്ട് അതറിയപ്പെടുന്നത് COP26 അഥവാ COP26 എന്നാണ്. അപ്പോൾ ഈ COP26ൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് ഈ ഒരു COP26ൽ എല്ലാ രാജ്യങ്ങളും കൂട്ടായിട്ടെടുത്ത തീരുമാനമാണ് ഈ നെറ്റ് സീറോ എമിഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അതായത് എല്ലാ രാജ്യങ്ങളും ഒരു ഇയർ കമ്മിറ്റ് ചെയ്യുക. ആ ഇയർ ആകുമ്പോഴത്തേക്ക് അന്തരീക്ഷത്തിലേക്കുള്ള കാർബണിന്റെ എമിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിരിക്കണം എന്നതാണ്. അതായത് ഇപ്പോൾ അവർ എങ്ങനെയൊക്കെയാണോ ഈ കാർബൺ എമിറ്റ് ചെയ്യുന്ന പ്രക്രിയകൾ അവരുടെ രാജ്യത്ത് നടക്കുന്നത്, അതിന് പകരം ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഈ അന്തരീക്ഷത്തിലേക്ക് കാർബൺ എമിറ്റ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക, അത് സീറോ ഫിഗർ ആക്കുക എന്നതാണ് ഈ ഒരു ലക്ഷ്യം. അത് ബൈ ഏത് ഇയർ എന്നാണെന്നുള്ളത് കമ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇന്ത്യ അങ്ങനെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് 2070 ആണ്. 2070 എന്ന് പറയുന്ന ഫിഗർ ആണ്. അപ്പോൾ അതായിരുന്നു അതിനകത്ത് ആ ഒരു മീറ്റിലെ COP26ലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. അതോടൊപ്പം ഇതിന്റെ മറ്റൊരു അജണ്ട എന്ന് പറയുന്നത് കോള് നമുക്കറിയാം ഒരു ഫോസിൽ ഫ്യൂവലാണ്. അപ്പോൾ കോള് അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് കാർബൺ എമിറ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ കോളിന്റെ യൂസേജ് പരമാവധി ഒഴിവാക്കുക എന്നല്ല, കോൾ ഉപയോഗിക്കുകയേ ചെയ്യരുത് എന്നൊരു തീരുമാനമാണ് COP26ന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയും ചൈനയും അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. കാരണം ഇന്ത്യയിലും ചൈനയിലും സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ് ഈ പറയുന്ന കോൾ എന്ന് പറയുന്നത്. മാത്രമല്ല നല്ലൊരു ഇന്ധനവും കൂടിയാണത്. അപ്പോൾ അത് പെട്ടെന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇതിന് പകരം അവർ യൂസ് ചെയ്യേണ്ടത് അവർ ഇമ്പോർട്ട് ചെയ്യുന്ന നാച്ചുറൽ ഗ്യാസ് ആണ് തൽക്കാലം അവർക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തങ്ങളുടെ രാജ്യത്ത് കിട്ടുന്ന ഒരു വസ്തു മാറ്റി മറ്റൊരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും പറഞ്ഞതെന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ ഘട്ടമായിട്ട് കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളുടെയും ഒരു പ്രഷറിന് കാരണമായിട്ട് COP26 അവരുടെ ഫേസ്ഡ് ഔട്ട് എന്ന് പറയുന്ന പ്ലാൻ വേണ്ടിയിട്ട് ഫേസ് ഡൗൺ ആക്കി. അതായത് ഘട്ടമായിട്ട് കോളിന്റെ യൂസേജ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ 2030 കോളിന്റെ യൂസേജ് പരമാവധി കുറയ്ക്കാനാണ് ഇന്ത്യ ലക്ഷ്യം ഇട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നരേന്ദ്രമോദി അന്ന് കമ്മിറ്റ് ചെയ്തത് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എത്രയാണോ 51.6% കോൾ യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി പവർ ജനറേഷന് വേണ്ടിയിട്ട് തെർമൽ പവർ പ്ലാന്റിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് കോളാണ്. അപ്പോൾ 51% നമ്മൾ കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2030 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത് 500 GW റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുക. റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് സോളാർ എനർജി, ഹൈഡ്രോ എനർജി, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വിൻഡ് എനർജി, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവഴി എല്ലാത്തിനും അതിന് തന്നെ കളക്റ്റീവ്ലി റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിന്യൂവബിൾ എനർജിയുടെ കപ്പാസിറ്റി 500 GW എത്തിക്കുക 2030 ആകുമ്പോൾ. അന്ന് ഈ 2030 അത് ടോട്ടൽ എനർജി നീഡ്സിന്റെ 50% ആയിരിക്കും. ഇങ്ങനെ ഒരു ലക്ഷ്യവും ഇന്ത്യക്കുണ്ട്. അപ്പൊ ഈ ഫിഗർ എല്ലാം ഇന്ത്യ അച്ചീവ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും കോളിന്റെ യൂസേജ് എസ്പെഷ്യലി 2-3 ദിവസം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തെർമൽ പവർ പ്ലാന്റുകളിൽ 20%-ലേക്ക് ഇതിന്റെ യൂസേജ് കുറച്ചു കൊണ്ടുവരാനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്താണ് യുക്രൈൻ-റഷ്യ വാർ വന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കോളിന് പകരം ഒരു ഇന്ധനം നമുക്ക് ആവശ്യമാണല്ലോ. അത് തൽക്കാലം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസ് ആണ്. അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു വസ്തുവാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂട്ടുന്ന ഒരു സാധനമാണ്. ആ ഒരു ഫ്യൂവൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു ഫിഗറാണ്. കാരണം യുക്രൈൻ-റഷ്യ വാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലോബൽ പ്രൈസ് ഹൈക്കുണ്ട്. അപ്പോൾ അത് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ആ ഒരു കോളിൽ നിന്നുള്ള ട്രാൻസിഷൻ കുറച്ചുകൂടെ സമയം എടുത്തേക്കാം എന്നാണ് ഈ ഒരു മീറ്റിന് ശേഷം നിർമ്മല സീതാരാമൻ അഭിപ്രായപ്പെട്ടത്. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. IMFന്റെ ചീഫ് എന്ന് പറയുന്നത് ക്രിസ്റ്റാലിന ജോർജിയവയാണ്, നമ്മൾ പറഞ്ഞു. ഈ ചീഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഹയർ മോസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഫസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ അല്ല, ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ. ഓക്കെ, ഫസ്റ്റ് ഡെപ്യൂട്ടി MD എന്ന് പറയാം. ഈ ഫസ്റ്റ് ഡെപ്യൂട്ടി MD എന്ന പദവി വഹിക്കുന്നത് ഗീതാ ഗോപിനാഥ് ആണ്. അത് നമ്മൾ നോട്ട് ചെയ്തിരിക്കാം. ഗീതാ ഗോപിനാഥൻ ഒരു ഇന്ത്യൻ ഒറിജിൻ ആണ്. അതുകൊണ്ട് നമ്മളത് നോട്ട് ചെയ്യേണ്ടതുണ്ട്. 2016 കേരള ഗവൺമെന്റിന്റെ
എക്കണോമിക് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്തിരിക്കാം. ക്രിമിനൽ പ്രൊസീജിയർ ഐഡന്റിഫിക്കേഷൻ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോഴും അത് രാജ്യസഭ പാസ്സാക്കിയപ്പോഴും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചിരിക്കുകയാണ്. അതോടുകൂടി ആ ബില്ല് ആക്റ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വാർത്തയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഒരു പ്രിസണർ എന്ന് പറയുന്നത് ഈ ശിക്ഷ അനുഭവിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളും പ്രിസണറാണ്. ഒരാളെ കരുതൽ തടങ്കൽ എടുത്തിരിക്കുകയാണ്, അയാളും പ്രിസണറാണ്. അതുപോലെ ഒരാളുടെ പേരിൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടു, അപ്പോൾ അയാളൊരു റിമാൻഡിൽ കഴിയാണ്, സബ് ജയിലിലോ മറ്റോ റിമാൻഡിൽ കഴിയാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്, അയാളും പ്രിസണറാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാറ്റഗറിയിൽ വരുന്നവരെയും പ്രിസണറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ പ്രിസണേഴ്സിൻ്റെ ഡേറ്റ കളക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ട ആവശ്യം നമ്മുടെ പോലീസ് അതോറിറ്റികൾക്കും പ്രിസണർ അതോറിറ്റികൾക്കും ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കാരണം ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു യൂസേജിന് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് അങ്ങനെ കളക്ട് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്നത് ആകെ ഒരാളുടെ ഫിംഗർ പ്രിന്റ് മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അതിന് മാത്രമേ നിലവിൽ നിയമം ഉണ്ടായിരുന്നുള്ളൂ. അതായത് 1920 പാസ്സാക്കപ്പെട്ട ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രിസണേഴ്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഒരു പ്രിസണറുടെ ഫിംഗർ പ്രിന്റ് നമുക്ക് എടുക്കാം, അത് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഭാവിയിൽ പിന്നീട് എന്തെങ്കിലും ഒരു ക്രൈം ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയാൽ അത് മാച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഈ പ്രിസണേഴ്സിന്റെ ഒരു ഡാറ്റാ ബേസ് ഉണ്ടല്ലോ, ആ ഡാറ്റാ ബേസിൽ ഇവരുടെ ഫിംഗർ പ്രിന്റ് നോക്കിയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് 1920 പാസ്സാക്കപ്പെട്ട നിയമമാണ്. 102 വർഷങ്ങൾക്ക് മുമ്പുള്ള സാഹചര്യത്തിൽ ഉണ്ടായ ഒരു നിയമമാണ്. ഇന്ന് 2022 നമ്മൾ നിൽക്കുന്നത്. ഇന്ന് എന്തെല്ലാം നമുക്ക് ഒരാളുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും? ഒരാളുടെ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ പറ്റും. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ചില ഹോർമോണുകൾക്ക് മനുഷ്യരിൽ യുണീക്ക് ആയിട്ടുള്ള ചില ഹോർമോൺസുകളുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് ഒരാളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഐറിസ് സ്കാൻസ്, അതുപോലെ റെറ്റിനയുടെ സ്കാൻസ്, ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെൻറ്റ് കാരണം കളക്ട് ചെയ്യാനും അത് വെച്ചിട്ട് ഒരാളെ ഈസി ആയിട്ട് ട്രേസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ പറ്റും. വളരെ ഓത്തൻറ്റിക് ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും വളരെ ഫാസ്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. പക്ഷെ അതെല്ലാം കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്യാനായിട്ട് നമുക്കൊരു നിയമത്തിൻ്റെ പിൻബലം ഇല്ല. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമപാലകർക്ക്, അതായത് പ്രിസണേഴ്സ് അതോറിറ്റിക്കും അതുപോലെ പോലീസ് അതോറിറ്റിക്കും ഇതൊന്നും കളക്ട് ചെയ്യാനായിട്ട് നിയമപരമായിട്ടുള്ളൊരു സാധ്യതയില്ല. അങ്ങനെ അവർക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്. അപ്പോൾ അതിനവർക്ക് നിയമത്തിൻ്റെ പിൻബലം നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്രിമിനൽ പ്രൊസീജിയർ ഐഡന്റിഫിക്കേഷൻ ബില്ല് പാർലമെന്റ് അവതരിപ്പിക്കുന്നത്. അത് മാത്രമല്ല വേറെയും പല കാര്യങ്ങളും ഈ ബില്ലിനകത്തുണ്ട്. എങ്കിൽ ഈ ബില്ലിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത് പ്രകാരം ഒരു പ്രിസണറുടെ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് 75 വർഷം വരെ 75 ഇയേഴ്സ് വരെ അത് പ്രിസർവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് എല്ലാ ഒപ്പോസിഷൻ പാർട്ടീസും ഇതിനെ എതിർക്കുകയുണ്ടായി. അവർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഒരാളുടെ സാമ്പിൾ എടുക്കുകയും അയാളുടെ സ്വകാര്യത സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അയാളുടെ റൈറ്റ് ടു പ്രൈവസിയെ അത് ഹനിക്കുന്നുണ്ട്. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയതുകൊണ്ട് അത് ഫണ്ടമെന്റൽ റൈറ്റിന് അഗെയിൻസ്റ്റ് ആണ് എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ എന്തായാലും അത് ലോക്സഭയിൽ പാസ്സാക്കപ്പെട്ടു, പിന്നീട് അത് രാജ്യസഭയിലും പാസ്സാക്കപ്പെട്ടു. ഇപ്പോൾ അത് പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നിയമമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, ആ നിയമത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരാളുടെ ഡേറ്റ കളക്ട് ചെയ്തു, പിന്നീട് അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു, കോടതി പറയുകയാണ് അയാൾ കുറ്റം ചെയ്തിട്ടില്ല. ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന വ്യക്തി പിന്നീടായിരിക്കും അറിയുന്നത് അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അയാളെ പുറത്തുവിടും. അങ്ങനെ പുറത്തുവിടുകയാണെങ്കിൽ അയാളിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ എല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളയുമെന്നും ഈ ഒരു ബില്ലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഇഷ്യൂ ആണ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പം ഫണ്ടമെന്റൽ റൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രതിയെ തൂക്കിക്കൊല്ലാനും പറ്റില്ലല്ലോ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം പിന്നെ ഇങ്ങനെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു വാദം യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം റൈറ്റ് ടു ട്രാവൽ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം പിന്നെ നമ്മൾ ഒരു ക്രിമിനലിനെ എങ്ങനെയാണ് ഒരു ജയിലിൽ പാർപ്പിക്കുക? അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വേറെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ന്യൂസ് എന്താണ് എന്ന് നോക്കാം. അസമിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അസം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത്. നോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി അസമിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ് എന്നുള്ളത്. ഗുവാഹത്തിയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ പോൾസിൽ
അതിൻ്റെ ക്യാമ്പയിനിൽ പങ്കെടുക്കവേ അദ്ദേഹം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വയലേറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ്. അത്ര വലിയ ഇഷ്യൂ ഒന്നുമില്ല. സാധാരണയായിട്ട് മിക്കവാറും എല്ലാ പൊളിറ്റീഷ്യൻസ്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചില വീഴ്ചകളാണ്. ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ പോലും ചില വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് മോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ വയലേഷനാണ്. അതുകൊണ്ട് അത്ര ഈ അലിഗേഷൻ എന്ന് പറയുന്നത് അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നമുക്കത് നോട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. ഇത്രയും മാത്രം നോട്ട് ചെയ്യുക, അസമിൻ്റെ ചീഫ് മിനിസ്റ്റർ ഹിമന്ത് ബിശ്വ ശർമ്മയാണ് എന്നത് മാത്രം നോട്ട് ചെയ്തിരിക്കുക. 2020 കൊറോണയായിട്ട് ബന്ധപ്പെട്ട് ലോക്ക്ഡൗൺ ഒക്കെ നടക്കുന്ന സമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ഒരു കൂട്ടം പദ്ധതികളാണ് ഈ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. ആർക്കാണ്? ഹെൽത്ത് വർക്കേഴ്സിന്. അതായത് COVID-19 എതിരെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സിന് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നേരത്തെ അന്ന് അവതരിപ്പിച്ചപ്പോൾ ഏപ്രിൽ 2021 വരെ അതുണ്ടായിരുന്നു. പിന്നീട് അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ റെഡിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒക്ടോബർ 16, 2022 വരെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ 19 എക്സ്റ്റെൻഡ് ചെയ്തത്. 180 ഡേയ്സും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് നോട്ടിഫിക്കേഷനിലുള്ളത്. എക്സാക്ട് ഡേറ്റ് എത്ര വരെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ഒക്ടോബർ 16 അത് ഡ്യൂ ആവുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്തിരിക്കുക. അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്, ചോദിച്ചുകൂടായികയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗരീബ് കല്യാൺ പാക്കേജിൽ വരുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അത് പലതും ഇപ്പോഴും വാലിഡ് അല്ല. എല്ലാം അത് കൊറോണയൊക്കെ കഴിഞ്ഞപ്പോൾ 2 വർഷം ആയിട്ടുണ്ട്. പലതും വാലിഡ് അല്ല. അതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിരിക്കുക. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ റിപ്പോർട്ടാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിന്റെ ജനുവരിയിലെ എഡിഷനിൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ 23 GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് പറഞ്ഞിരുന്നത് 9%, 9%. പക്ഷേ ഇന്നലെ ഇറങ്ങിയ പുതിയ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിൽ IMF പറയുന്നത് ഇൻ ഫിനാൻഷ്യൽ ഇയർ 23 ഇന്ത്യൻ എക്കണോമി 8.2% ആയിരിക്കും ഗ്രോ ചെയ്യുക എന്നതാണ്. അതായത് നേരത്തെ പറഞ്ഞതിനേക്കാളും 0.8% കുറവ്. അപ്പോൾ ഗ്രോത്ത് ഫോർകാസ്റ്റ് IMF കട്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് റഷ്യ യുക്രൈൻ വാറാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ റഷ്യ യുക്രൈൻ വാർ കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് കട്ട് ചെയ്യപ്പെടുന്നു എന്നൊക്കെ. എന്തുകൊണ്ടാണത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അതായത് ഈ യുക്രൈൻ റഷ്യ വാർ കാരണം എങ്ങനെയാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്? കാരണം റഷ്യയുടെ മേൽ ഒരുപാട് സാങ്ഷൻസ് അമേരിക്കയും അതുപോലെ യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യ എന്ന് പറയുന്നത് ഒരു ഓയിൽ പ്രൊഡ്യൂസറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്ന പല രാജ്യങ്ങളെയും ഈ യൂറോപ്യൻ യൂണിയനും അതുപോലെ US-ഉം യുണൈറ്റഡ് സ്റ്റേറ്റ്സും വിലക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള ഒരു സപ്ലൈ ഇപ്പോൾ ഏകദേശം സ്റ്റാഗ്നേറ്റ് ചെയ്തിരിക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള. അപ്പോൾ ഈ ഡിമാൻഡ് കുറയുന്നില്ലല്ലോ. ഈ ഡിമാൻഡ് നേരെ എങ്ങോട്ട് പോകും? നിലവിലുള്ള സപ്ലൈ ചെയിനിലോട്ട് വീണ്ടും ഒരു ഡിമാൻഡ് കയറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഒരു വർധനവുണ്ട്. ആ ഡിമാൻഡ് വർധനവാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിനെ കൂട്ടിയത്. അതായത് ഒരു സ്ഥലത്ത് റഷ്യയിൽ നിന്നുള്ള സപ്ലൈ കുറയുകയും ആ റഷ്യയിൽ നിന്നുള്ള സപ്ലൈ കുറയുമ്പോൾ റഷ്യയിൽ നിന്ന് അത് എടുത്തുകൊണ്ടിരുന്നവരുടെ ഡിമാൻഡ് കൂടി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സപ്ലൈ ചെയിനിലോട്ട് വരികയാണ്. അതായത് ഒപ്പക്കിൽ നിന്നും US-ൽ നിന്നുമൊക്കെയുള്ള ഓയിൽ ഡിമാൻഡുകളിൽ പെട്ടെന്ന് കാര്യമായിട്ടുള്ളൊരു വർധനവ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡിലുണ്ടായ ഈ വർധനവ് എന്ത് ചെയ്തു? ക്രൂഡ് ഓയിലിൻ്റെ വില ഗ്ലോബലി ഇൻക്രീസ് ചെയ്തു. അതാണ് ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ വർധനവ് ഇന്ത്യയുടെ GDP-യെ അഫക്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഇതുവരെ അറിയാം. അതായത് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില കൂടുന്നു. പക്ഷേ അതെങ്ങനെയാണ് ഇന്ത്യയുടെ GDP-യെ അഫക്റ്റ് ചെയ്യുന്നത്? അത് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ പോലൊരു രാജ്യത്ത്, അതായത് ഉപയോഗത്തിൻ്റെ 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ. അപ്പോൾ അത് നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുന്നു എന്നത് ശരിയാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അതനുസരിച്ച് വർദ്ധിക്കും. അതായത് ഇപ്പം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ലോറികളിലും മറ്റുമാണ് നമ്മളുടെ ഈ സെല്ലിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തുന്നതായതുകൊണ്ട് ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി അതിൻ്റെ വിലയിൽ ഉൾപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വർദ്ധിക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ കാരണമാണ്. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? നമ്മുടെ മന്ത്ലി എക്സ്പെൻഡിച്ചർ കൂടുകയല്ലേ ചെയ്യുന്നത്. എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ നമ്മുടെ സേവിങ്സ് കുറയുക ചെയ്യുന്നത്. അത് സേവിങ്സ് കുറയാതിരിക്കണമെങ്കിൽ എക്സ്പെൻഡിച്ചർ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇൻകം കൂടി കൂട്ടണം. അങ്ങനെ കൂടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
നമ്മുടെ സേവിങ്സിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാവും. ഈ സേവിങ്സിൽ കുറവുണ്ടാകുമ്പോൾ അത് എവിടെ അഫക്റ്റ് ചെയ്യുന്നത്? ബാങ്കിലല്ലേ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ പോക്കറ്റിലല്ലോ പൈസ വെച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നമ്മുടെ SB അക്കൗണ്ടിലായിരിക്കും പൈസ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് FD അക്കൗണ്ടിലോ അല്ലെങ്കിൽ മറ്റ് സേവിങ്സ് അവന്യൂസിലേക്കായിരിക്കും നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ എനിവേ നമ്മുടെ സേവിങ്സിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാകുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ടോട്ടൽ ഈ ബാങ്ക് സെക്ടറിലുള്ള ഫണ്ടിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബാങ്കുകൾ എന്തായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ RBI എന്തായിരിക്കും ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി കൂടുതൽ ഫണ്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത്, അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെക്കാട്ടിയും കൂടുതലായിരിക്കും അഡ്വാൻസ് അല്ലെങ്കിൽ ലോൺസിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആയാലല്ലേ ബാങ്കുകൾക്ക് പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ ഈ സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ കാര്യമായിട്ടുള്ള വർധനവുണ്ടാകുമ്പം അതെങ്ങനെയാണ് എക്കണോമിയിൽ ഇമ്പാക്ട് ചെയ്യുന്നത്? ഈ ലോണിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ ഇൻഡസ്ട്രികളും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഏതെങ്കിലും ഒരു ഫാക്ടറി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ആണെങ്കിൽ പോലും ലോൺ എടുക്കും. ഇപ്പം നമ്മളൊരു വീട് വെക്കുന്നത് തന്നെ എങ്ങനെയാണ്? ഹോം ലോൺ എടുത്തിട്ടാണ് വീട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി കംപ്ലീറ്റ്, ആ ഒരു കൺസ്ട്രക്ഷൻ മേഖല കംപ്ലീറ്റ് ഈ പറയുന്ന ബാങ്കുകളുടെ ഫണ്ടിലാണ് അത് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് ബാങ്കുകൾക്ക്, അല്ലെങ്കിൽ ബാങ്കുകൾക്കല്ല, കമ്പനികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ പ്രോഫിറ്റിൽ കാര്യമായിട്ടുള്ള കുറവ് വരും. ഈ പ്രോഫിറ്റിൽ കാര്യമായിട്ടുള്ള കുറവ് വരുമ്പോഴത്തേക്ക് അവർ ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? പരമാവധി അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് കട്ട് ചെയ്യും. ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പം ടാറ്റ മോട്ടോഴ്സ് ഒരു കാറ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് എടുക്കുന്നത്. ഈ കാർ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അവരുടെ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാൻ അതനുസരിച്ച് കട്ട് ചെയ്യും, കാരണം ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രികളും എന്ത് ചെയ്യും? അവരുടെ പ്രൊഡക്ഷൻ പ്ലാൻ കട്ട് ചെയ്യും. ബഡ്ജറ്റ് ചെയ്തിരുന്നത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ ഭാവിയിലേക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രൊഡക്ഷൻ കട്ടാവുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഭാവിയിൽ അടുത്ത ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ജസ്റ്റ് ഒന്ന് കൂടിയാൽ മതി, അത് നേരെ നമ്മുടെ പ്രൊഡക്ഷൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു സൈക്കിൾ പോലെ വന്നിട്ടാണ് ഇതിന് കുറയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കൂടുന്ന ഈ ഒരു കൂട്ടലിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത് അടുത്ത 2 വർഷം കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ എക്കണോമിയെ അത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ റേറ്റിംഗ് ഏജൻസികളും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഗ്രോത്ത് ഫോർകാസ്റ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മാത്രം മനസ്സിലാക്കിയിരിക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത വാർത്തയായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയാണ്. അതായത് ഇന്ത്യയുടെ ടോട്ടൽ ഓയിൽ ഇമ്പോർട്ട്സിൽ ഒപെക്കിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് കുറഞ്ഞു വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരു സ്റ്റഡി ലെവലിലോട്ട് എത്തിയിരിക്കുകയാണ്, ഒരു സ്ഥിരത കൈവരിച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. ഒപെക് എന്താണ് എന്ന് നമുക്കറിയാം. ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. അപ്പോൾ ഈ ഒപെക്കിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇമ്പോർട്ട്സിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് നോക്കുമ്പോൾ അത് 2008 ഫിനാൻഷ്യൽ ഇയറിൽ 88, അതായത് ടോട്ടൽ ഇമ്പോർട്ട്സിൻ്റെ 88% ഈ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. പക്ഷേ പിന്നീട് അതെന്തായി 71 അല്ലെങ്കിൽ 72 എന്ന് പറയുന്ന ആ ഒരു പെർസെൻറ്റിലേക്ക് ചുരുങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ആ ഒരു ലെവലിൽ സ്റ്റഡി ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, നമ്മൾ വെസ്റ്റ് ഏഷ്യയിൽ നിന്നൊക്കെ ഒരുപാട് ഓയിൽ ഇമ്പോർട്ട്സ് നടത്താൻ ആരംഭിച്ചു. കാരണം നമുക്ക് റഷ്യയിൽ നിന്നുള്ള സപ്ലൈയിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ പ്രൈസ് ഹൈക്ക് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ഓയിൽ ഇമ്പോർട്ട്സ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ക്രൈസിസ് ഉണ്ട്, വില ഇനിയും കൂടി പോകുമ്പോൾ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ കൂടുതൽ പർച്ചേസ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയും റിഫൈനേഴ്സ് സ്വീകരിക്കുന്നുണ്ട്. കാരണം ഭാവിയിൽ വില വർദ്ധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോഴേ അത് കൂടുതൽ പർച്ചേസ് ചെയ്ത്, ഇപ്പോൾ കിട്ടുന്ന പ്രൈസിന് കൂടുതൽ പർച്ചേസ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയും നമ്മുടെ റിഫൈനേഴ്സ് നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒപെക്കിൽ നിന്ന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒപെക് കൺട്രീസ് അല്ലെങ്കിൽ ഒപെക്കിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്ന് നോട്ട് ചെയ്യുക. വിയന്ന എന്ന് പറയുന്നത് ഏത് രാജ്യത്താണ്? ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്താണ്. അവിടെയാണ് ഒപെക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്.